വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെയധികം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. അടിക്കടിയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചുഴലിക്കൊടുങ്കാറ്റും പേമാരിയും കൊടും വരൾച്ചയും കൊടും ശൈത്യവും നിമിത്തം പ്രകൃതിയുടെ തന്നെ താളം തെറ്റിയിരിക്കുന്നു. പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില വാർത്തകൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 2015 ജൂൺ 4 രാജ്യം വരൾച്ചയിലേക്ക് നീങ്ങുന്നു. 2015 ജൂൺ 15 അന്റാർട്ടിക്കയിലെ ഫ്യൂമൻ മഞ്ഞുമലകൾ ഉരുകുന്നു. തൽഫലമായി സമുദ്രജലനിരപ്പ് ഉയരുകയും ഭൂമിയുടെ ഭൂഗുരുത്വ മണ്ഡലത്തിന് നേരിയ വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം കടലെടുപ്പ് ശക്തി പ്രാപിക്കാം. 2018 ജനുവരി 26 ചൂടിൽ റെക്കോർഡിട്ട് 2014-2016 വർഷങ്ങൾ. 1900 മുതൽ 2013 കാലം വരെ, അതായത് 113 വർഷത്തിനിടയിൽ ചൂടിൻ്റെ വർധനവ് 0.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എങ്കിൽ 2013-2016 കാലത്ത്, അതായത് 3 വർഷത്തിനിടയിൽ 0.43 ഡിഗ്രി സെൽഷ്യസ് കൂടി. ജേർണൽ ഓഫ് ജിയോസഫിക്കൽ റിസർച്ചാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത്. 2018 ജനുവരി 18 അറബിക്കടലിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനാൽ മത്സ്യസമ്പത്തിന് മരണമണി. ആഗോള തപനത്തിൻ്റെയും മാലിന്യങ്ങൾ കുന്നുകൂടിയതിൻ്റെയും ഫലമായിട്ടാണ് ഈ വിധത്തിൽ സംഭവിക്കുന്നത്. ഈ നാളുകൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അടിക്കടിയായിട്ട് ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ നമ്മെ വളരെയധികം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ ഇനിയുമുണ്ട്. കടലിലും കരയിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകൾ നിമിത്തം ഇനി എന്ത് സംഭവിക്കും എന്ന പേടിയിൽ മനുഷ്യർ നിർജീവരായിരിക്കുന്നു. ഇവയൊക്കെ യാദൃച്ഛികമാണോ? തിരുവചനത്തിൽ ഇതിന് ഉത്തരവുണ്ടോ എന്ന് നോക്കാം. ആമോസ് 4:7-8 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്: ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യിക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിക്കുവാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു. ദാഹം തീർന്നില്ല താനും. ഈ വിധത്തിൽ സംഭവിക്കാനുള്ള കാരണം എന്ത്? കർത്താവ് പറയുന്നത്: ഇതൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. ആമോസ് 4:8. നാം ദൈവത്തിലേക്ക് തിരിയാത്തത് കൊണ്ടാണ് ഈ വിധത്തിൽ ഒക്കെ സംഭവിക്കുന്നത് എന്ന കർത്താവ് പറയുന്നത്. സയൻസ് പറയുന്നു ഇതിനൊക്കെ കാരണം വനനശീകരണം ആണ് എന്ന്. അഹാബ് രാജാവിൻ്റെ കാലത്ത് 3.5 വർഷം ദേശത്ത് മഴ പെയ്യാതിരുന്നതിനെക്കുറിച്ച് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് മഴ പെയ്യാതെ ദേശം വരേണ്ടത് വനമില്ലാത്തത് കൊണ്ടായിരുന്നുവോ? ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തത് വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചത് ശേഷമായിരുന്നുവോ? ഇവിടെ നാം ദൈവത്തിൻ്റെ കൈ കാണണം. ദൈവത്തിന് വിരോധമായി ജനം പാപം ചെയ്തു. ജനത്തെ നയിക്കേണ്ട രാജാവ് തന്നെ വിഗ്രഹ ആരാധകനായി. തൽഫലമായി ദേശത്ത് മഴ പെയ്തില്ല. 1 രാജാക്കന്മാർ 16-30 വാക്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വരൾച്ചയും പേമാരിയും ഒന്നും യാദൃച്ഛികം അല്ല. ഇതിലെല്ലാം ദൈവത്തിൻ്റെ കൈ കാണണം. പാപ അവസ്ഥയിൽ നമ്മെ മടക്കി വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ സന്ദർശനമായി ഇതിനെ കാണണം. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തു മാത്രമാണ്. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ലൂക്കോസ് 21:28. കർത്താവിൻ്റെ വരവിന് മുൻപായി നടക്കേണ്ട സംഭവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ വിധത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത്: നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമോസ് 4:12. ലോകത്തിന് എന്ത് സംഭവിപ്പാൻ പോകുന്നു എന്ന് ചിന്തിച്ച് പേടിക്കേണ്ട. കാരണം നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പ് എന്ന അവകാശം പ്രാപിപ്പാൻ നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ്. ഈ നാളുകളിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളും സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലവിളിയോടും കൂടെ പാപമേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനു വേണ്ടിയാണ്.
യാക്കോബ് 5:17-18 വാക്യങ്ങൾ ഏലിയാവിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രാർത്ഥനയ്ക്ക് മുൻപ് ഏലിയാവ് ചെയ്തത് ഇടിക്കേണ്ടതിനെ ഇടിച്ചു, പണിയേണ്ടതിനെ പണിതു. ആഴമായ വിശുദ്ധീകരണം വരുത്തിയിട്ട് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഏലിയാവ് കണ്ണുയർത്തി. നമുക്കും ഒരു യാഗപീഠം പണിയാം. നമ്മെ തന്നെ കീറിമുറിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധി പ്രാപിച്ച് നമ്മുടെ വീണ്ടെടുപ്പിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവെ, ലോകസംഭവങ്ങളെ വിലയിരുത്തി നിന്റെ വരവിനായി കാത്തിരിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.